പുതിയ ബംഗാൾ മുഖ്യമന്ത്രി 2 തെറ്റുകൾ ചെയ്തു. അധികാരത്തിൽ ഏറിയിട്ട് 48 മണിക്കൂറാവുന്നേ ഉള്ളൂ. 2 ഗുരുതരമായ തെറ്റുകൾ എന്ന് ചിലരെങ്കിലും വിമർശിക്കുന്നത് ഞാൻ ഇനിയും പറയുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. ഒന്ന്, അധികാരത്തിൽ വന്ന ഉടൻ തന്നെ, അല്ലെങ്കിൽ അധികാരം കിട്ടും എന്ന് വന്ന ഉടൻ തന്നെ ബംഗാളിൽ കാണാതെ പോയിരുന്ന CPM പ്രവർത്തകർ പുറത്തേക്ക് വന്നു. അവർ എന്നിട്ട് CPMൻ്റെ ഓഫീസുകൾ തുറക്കുന്നു. 556 CPM ഓഫീസുകൾ 15 വർഷത്തിന് ശേഷം ബംഗാളിൽ തുറന്ന് പ്രവർത്തിക്കുന്നു. അതിന് മൗനാനുവാദം കൊടുക്കുന്നു BJP അല്ലെങ്കിൽ BJP സർക്കാർ എന്നാണ് ഒന്നാമത്തെ ആക്ഷേപം. കാരണം ബംഗാളിനെ നരകമാക്കിയത് 34 വർഷത്തെ CPM ഭരണമാണ്. കേരളത്തിൽ ഉൾപ്പെടെ BJP എന്ന് പറയുന്ന പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി മഞ്ചേശ്വരം മുതൽ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും വോട്ട് മാറിക്കുത്തിയവർ ഇതേ CPM ആണ്. ആ CPMന് അവിടുത്തെ കിരാത ഭരണത്തിൽ നിന്ന് മോചനം കിട്ടിയ BJP, മോചനം വാങ്ങിക്കൊടുത്ത BJP ഈ CPM കാടന്മാർക്ക് വീണ്ടും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നത് തെറ്റാണ് എന്ന് ചിലർ പറയുന്നു. രണ്ടാമത്തെ കാര്യം ഭയങ്കര ഷോക്കിംഗ് ആണ് എന്നാണ് ചിലർ പറയുന്നത്. ഗണശക്തി എന്നൊരു പത്രമുണ്ട്, ഇവിടുത്തെ ദേശാഭിമാനിയുടെ അവിടുത്തെ പതിപ്പ്, ദേശാഭിമാനിയുടെ ബംഗാളി എഡിഷൻ ഗണശക്തി പത്രത്തിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ ഫുൾ പേജ് പരസ്യം വന്നു. കേരളത്തിലും വരാറുണ്ട്. ഇപ്പോൾ ജന്മഭൂമി പത്രത്തിൽ കേരള സർക്കാരിൻ്റെ പരസ്യം വരാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 15 വർഷമായി ബംഗാളിൽ മമതാ സർക്കാർ ഗണശക്തിക്ക് ഒരു സർക്കാർ പരസ്യവും കൊടുക്കില്ലായിരുന്നു. BJP വന്നപ്പോൾ ഗണശക്തിക്ക് കൊടുക്കുന്നു. വേണമെങ്കിൽ പറയാം എല്ലാവരോടും ഒരുപോലെ, സബ്കാ സാത്ത് സബ്കാ വികാസ്. നരേന്ദ്രമോദിയുടെ ആരാധ്യനായ പ്രധാനമന്ത്രിയുടെ നയം BJP നടപ്പാക്കുകയാണ്. അതുകൊണ്ട് CPMും പ്രവർത്തിക്കട്ടെ. കോൺഗ്രസ്സിനുകാർ പോയിട്ട് കോൺഗ്രസിൻ്റെ ഓഫീസുകൾ തുറക്കുന്നുണ്ട്. തൃണമൂല് പെയിൻ്റ് അടിച്ച് തൃണമൂലിൻ്റെ ഓഫീസാക്കി മാറ്റിയതും പൂട്ടിയിട്ടതുമായ ഓഫീസുകൾ കോൺഗ്രസ്സുകാരും തുറക്കുന്നു. അപ്പോൾ BJP വന്നതോടുകൂടി തമസ്കരിക്കപ്പെട്ട, അടിച്ചൊതുക്കപ്പെട്ട, ഒളിവിൽ പോയ 2 പാർട്ടികൾ രംഗത്തേക്ക് വരുന്നു. പിന്നെ BJP മാതൃക കാണിക്കുന്നു. CPM ആണോ? CPMൻ്റെ പത്രത്തിനും ഞങ്ങൾ പരസ്യം തരും, ഉത്തമമായ ജനാധിപത്യ മാതൃക എന്ന് പറയാം. പക്ഷേ വിഷസർപ്പത്തിനാണോ പാല് കൊടുക്കുന്നത്? ഈ ഉത്തമമായ ജനാധിപത്യത്തിൻ്റെ മാതൃക എന്ന് സുനിൽ പറഞ്ഞുവല്ലോ, അതിലേക്കാൾ ഒരു കാര്യം കൂടിയുണ്ട് സുനിൽ. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണം. BJPക്ക് ഇപ്പോൾ CPMൻ്റെ ഗുഡ് വില്ലോ അല്ലെങ്കിൽ സപ്പോർട്ടോ ഒന്നും വേണ്ട, അത് നമുക്കറിയാം. പക്ഷേ ഇവർ CPM തരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJP നേതാക്കളെ വധിക്കാനും RSS പ്രവർത്തകരെ കൊല്ലാനും ഒക്കെ കച്ചകെട്ട് ഇറങ്ങിയിരിക്കുക. അതിപ്പോൾ കേരളത്തിൽ നോക്കിക്കോളൂ. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ CPM എന്ത് ചെയ്യുന്നു വെച്ചാൽ RSS പ്രവർത്തകരെ കൊല്ലും. കാരണം അവരുടെ സെക്യുലർ ക്രെഡൻഷ്യൽസ് വീണ്ടെടുക്കണം. അതിന് അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗ്ഗം RSSകാരെ BJPക്കാരെ കൊല്ലുക എന്നുള്ളതാണ്. ബംഗാളിലെ ജനങ്ങൾ എന്തുമാത്രം ദുരിതം അനുഭവിച്ചിരുന്നു CPMൻ്റെ കീഴിലും അതുപോലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കീഴിലും. അപ്പം ഇവരൊരിക്കലും, ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കിട്ടുന്ന അതേ ട്രീറ്റ്മെൻറ്റ് അങ്ങോട്ടും തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ ആരെയും ആക്രമിക്കാനും അതെ ഉപദ്രവിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ CPM പത്രത്തിന് പരസ്യം കൊടുത്തതും അതുപോലെ CPMൻ്റെ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തതും തെറ്റായ നടപടിയാണെന്ന് ഞാൻ പറയുള്ളൂ. അതിൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്. BJP അല്ല, സർക്കാരല്ല അനുവാദം കൊടുത്തത്. CPMകാർക്ക് ധൈര്യത്തോടെ ഇറങ്ങി നടന്ന് ഓഫീസ് തുറക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ തൃണമൂൽ ചെയ്യുന്ന പോലെ ഗുണ്ടായിസം നിങ്ങൾ CPMകാരെ പുറത്തിറങ്ങിയാൽ ഞങ്ങൾ തല്ലിക്കൊല്ലും എന്ന് BJPക്കാർ പറയണോ? അത് വേണമെന്നില്ല. അല്ലെ, അനുമതി കൊടുത്തിട്ടാണ് അവർ പ്രവർത്തനം തുടങ്ങിയത് എന്നുണ്ടെങ്കിൽ അത് ശരിക്കും തെറ്റായൊരു നടപടി. സുവേന്ദു അധികാരി പറഞ്ഞൊരു കാര്യമുണ്ടേ, അതായത് ഭവാനിപ്പൂർ മണ്ഡലത്തിൽ CPMന് 15,000 വോട്ടുകളുണ്ട്. അതിൽ 15,000 വോട്ടുകൾ ഉണ്ടായിരുന്നു. ഇത്തവണ അതിൻ്റെ 1/3 കുറഞ്ഞു. കാരണം 10,000 വോട്ട് CPM പ്രവർത്തകരെങ്കിലും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം CPMകാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. മമത എന്ന് പറയുന്ന ദുർഭൂതം രാക്ഷസി ഇതിൻ്റെ അധികാരത്തിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തുറന്ന് അദ്ദേഹം സമ്മതിച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസം വേറൊരു ചിത്രം കണ്ടു. CPMൻ്റെ ഒരു പ്രകടനം നടക്കുന്നു. CPM പറയുന്നു BJP ഫാസിസ്റ്റ് പാർട്ടിയാണെന്നുള്ള ബാനർ പിടിച്ച് ബംഗാളിലൊരു ജാഥ നടത്തുന്ന ചിത്രം വന്നു. സത്യപ്രതിജ്ഞയ്ക്ക് നമുക്ക് മുമ്പായിട്ട് സമ്മാനം കൊടുത്തതായിരിക്കും BJPക്ക്. അതിൽ മാറ്റമൊന്നുമില്ല. അപ്പം ഈ എംബ്രാൻ്റെ വിളക്കത്ത് സദ്യ ഉണ്ണുകയും മാറി നിന്ന് പുലഭ്യം പറയുകയും ചെയ്യുന്ന പരിപാടി
CPM നടത്തുകയാണ്. CPMനെ ഇങ്ങനെ മമത ചെയ്ത പോലെ അടിച്ചൊതുക്കണം എന്ന് ഞാൻ പറയില്ല. BJP ഒരു ജനാധിപത്യ പാർട്ടിയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPMനെ പോലെ ആകാൻ BJPക്ക് കഴിയില്ലല്ലോ. ക്രോസ് വോട്ട് ചെയ്യുക, കള്ളത്തരങ്ങൾ കാണിക്കുക. അവരധികാരത്തിൽ വന്നു. ഞങ്ങൾ CPM ചെയ്തിരുന്നതും മറ്റുള്ളവരെ പ്രവർത്തിക്കാൻ സമ്മതിക്കത്തില്ല, മമത ചെയ്തിരുന്നതും മറ്റുള്ളവർ പ്രവർത്തിക്കേണ്ട എന്നുള്ളതായിരുന്നു. പക്ഷേ അത് എല്ലാവരും പ്രവർത്തിക്കട്ടെ എന്ന് പറയുന്ന BJPയുടെ ഈ തീരുമാനം ജനാധിപത്യപരമായിട്ട് വിലയിരുത്തിക്കൂടെ? അല്ല, ഈ മമതാ ബാനർജിയുടെ എന്താ പറയുക, ഒരു ജോലിക്കാരിയെ പോലെ കൂടെ നടക്കുന്നൊരു ലോക്സഭാ മെമ്പറുണ്ട്, മഹുവ മൊയ്ത്ര. ആയമ്മ ഇന്നിപ്പോൾ TV പറഞ്ഞു കേട്ടു, TMCനെയും മമതാ ബാനർജിയെയും അംഗീകരിക്കാത്തവർ, സ്നേഹിക്കാത്തവർ ബംഗാൾ വിട്ടു പോകണം, അവർ ബംഗാളികളല്ല എന്നാണ്. ഇവിടെ അച്ഛൻ്റെ വകയാണോ ബംഗാൾ എന്ന് ചോദിച്ചാൽ വലിയ പാടാണ്. ഈ പുള്ളിക്കാരിയല്ലേ പണ്ട് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റിൻ്റെ സൈറ്റിൽ കയറാനുള്ള അതെ കള്ളത്തരം കാണിച്ചത്, പാസ്വേഡ്, കള്ളത്തരമല്ല പാസ്വേഡ് ഒരു സ്വകാര്യ വ്യവസായിക്ക് കൊടുത്തു. എന്നിട്ട് അയാൾ അതിനകത്ത് കയറിയിട്ട് എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കി. അവരുടെ പഴയ ബോയ് ഫ്രണ്ടാണ് അവര്. ഇവർക്ക് അങ്ങനെ കുറെ ബോയ് ഫ്രണ്ട് ഇപ്പോൾ ഒരുത്തനെ കെട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഒറീസയിലുള്ള ഒരു പാവത്തിനെയാണ് കെട്ടിയേക്കുന്നത്, അയാളെ കൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പൊ. വലിയ വ്യവസായിയാണ്, വലിയ കോടീശ്വരനാണ്. അപ്പൊ പുളിങ്കമ്പ് നോക്കിയാണ് പിടിച്ചാണ്. എനിവേ, ഇത് ഞാൻ അത്ര ബ്രോഡ് മൈൻഡുള്ളൊന്നുമല്ല, ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. CPMന് അത് അവർ പ്രവർത്തിച്ചിരുന്ന പോലെ അവരുടെ ഓഫീസ് അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു ഒരു കണക്കിന് നോക്കിയാൽ നല്ലത്. ഇവർ തരം കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ഒന്നാ. കോൺഗ്രസും CPMും TMCയും CPI ഒക്കെ എല്ലാം ഒന്ന് തന്നെയാണ്. ഇവിടെ ഒരു ഞവണാനുണ്ടല്ലോ CPIയുടെ, എന്താ അയാളുടെ പേര്, ബിനോയ് വിശ്വം. അയാൾ പറയണ തെരഞ്ഞെടുപ്പ് ഫലം ഒന്നും അയക്ക് പ്രശ്നമല്ല, 3 BJP സ്ഥാനാർത്ഥികൾ കേരള നിയമസഭയിൽ, അത് വളരെ ആശങ്കയാണ് അയക്കുണ്ടായിരിക്കുന്നത്. അയാൾക്ക് ആഗോള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ എന്താ കണ്ണാടിയാണ് ഈ മറ്റേ എന്താ ബിനോയ് വിശ്വം. അയാൾ പറയണ 3 MLAമാർ കേരള നിയമസഭയിലെത്തിയത് അയാൾക്ക് ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നു. ലോകം മുഴുവൻ ആശങ്കയോടുകൂടിയാണ് ഇത് വാച്ച് ചെയ്യുന്നതെന്നാണ് പറയണത്. പിന്നെ അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞു വരുത്തു. കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പിണറായിയുടെ പോസ്റ്റർ മാത്രമേ വെച്ചിട്ടുള്ളൂ, എൻ്റെ പോസ്റ്റർ വെച്ചില്ല. അതും പറഞ്ഞു. ആരാണ് ഇയാള്? അതാണ് കുഴപ്പം. ഈ കമ്മ്യൂണിസ്റ്റ് പോസ്റ്റർ വെക്കാത്തതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയെന്ന്. പിണറായി ആര്, ഈ ബിനോയ് വിശ്വം ആര്? സാർ അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ സുവേന്ദു അധികാരി ഒന്നാം തരം രാഷ്ട്രീയക്കാരനാണ്. സുവേന്ദുവിനറിയാം ബംഗാൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിൽ സുവേന്ദുവിന് അറിഞ്ഞുകൂടെ CPMന് ഈ സ്വാതന്ത്ര്യമൊക്കെ കൊടുത്താൽ നാളെ ഇവന്മാർ ഈ ഞാഞ്ഞൂലുകൾ വിഷപ്പാമ്പുകളായി ഭാവിച്ച് തിരിഞ്ഞു കൊത്താൻ വരുമെന്ന് അറിയാമല്ലോ. കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല, ലോകത്തിന് മുന്നിൽ ഒരു സന്ദേശം കൊടുക്കുകയായിരുന്നു, നിങ്ങൾ ഞങ്ങളെ ഫാസിസ്റ്റുകൾ എന്ന് വിളിച്ചു. പക്ഷെ ഞങ്ങൾ ഫാസിസ്റ്റുകളായ ഞങ്ങൾ വന്നപ്പോഴാണ് നിങ്ങൾക്ക് 15 വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ഓഫീസിലൊന്ന് കയറാൻ പറ്റിയത്. നിങ്ങൾക്ക് 15 വർഷം മുമ്പ് നിഷേധിക്കപ്പെട്ട പത്രപരസ്യം, സർക്കാരിൻ്റെ പരസ്യം, അതെല്ലാവർക്കും അവകാശപ്പെട്ടാണ്. നിങ്ങൾക്ക് കിട്ടിയതും ഞങ്ങൾ വരേണ്ടി വരുന്നു. അപ്പം ഞങ്ങളുടെ ഭിക്ഷയിലാണ് നിങ്ങൾ ഹേ സഖാക്കളെ എന്നല്ലേ സുവേന്ദു പറയുന്നത്? ഇല്ല, അവർ പക്ഷെ അത് അവരത് മുഖവിലയ്ക്ക് എടുക്കില്ല CPMക്കാർ, ഞങ്ങളെ പേടിച്ചിട്ടാണ്. ഇല്ല, ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ കേരളത്തിൽ ഇനിയിപ്പോ പൊറോട്ട അടിക്കാനും ചായ കൂട്ടാനും ആളെ കിട്ടാണ്ട് വരും. കാരണം ഒക്കെ ജില്ലാ സെക്രട്ടറിമാരൊക്കെ കല്ലൂർ ജംഗ്ഷനിൽ പൊറോട്ട അടിക്കുന്നത് ജില്ലാ സെക്രട്ടറിയാണ് CPMന്റെ, ബംഗാൾ ജില്ലാ സ്വരൂപ് ചക്രവർത്തി. അപ്പൊ അവരൊക്കെ തിരിച്ചു പോകും. ഇനിയിപ്പോ അവിടെ പോയിട്ട് പൊറോട്ട അടിക്കാൻ പോകും. അങ്ങനെ അതും പൊറോട്ട നാട്ടുകാരുടെ പുറത്ത് പൊറോട്ട അടിച്ചപ്പോഴാണ് അവർ അടിയും കവലപ്പടലും വെട്ടി ഓടിച്ചിങ്ങോട്ട് വിട്ടത്. വളരെ നമ്മൾ ഈ പറഞ്ഞ പോലെ അവരിങ്ങോട്ട് കാണിക്കുന്ന അതേ ശൈലിയിൽ തന്നെ നമുക്ക് അവരോട് പെരുമാറാൻ സാധിക്കണം. അവരുടെ നിലവാരത്തിലേക്ക് പോകരുത്. 15 വർഷമായിട്ട് അതുങ്ങൾ ഒന്നും ചെയ്തില്ല. പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല. സാധുക്കളാണ് സാർ, ജീവിച്ചു പോട്ടെ എന്ന് സുവേന്ദു കരുതി കാണും. അങ്ങനെയാവാം. പക്ഷേ വേറെ ഒരു കാര്യമുള്ളത്, ഈ ഇവരുടെ ആറ്റിറ്റ്യൂഡ്, പരാജയത്തിൽ നിന്നും ഇവരൊന്നും ഒരു കാലത്ത് ഒന്നും പഠിക്കില്ല സുനിൽ. തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കാൻ 50 വർഷം കഴിയണം. അതാണ് ആ പെണ്ണ് പറഞ്ഞ്, എന്താ ഈ മമതയെ ഇഷ്ടപ്പെടാത്തവർ ബംഗാൾ വിട്ടു പോകണമെന്ന്. മമത ബംഗാൾ വിട്ടു പോകാനിരിക്കുക. അപ്പം അതിന് നമ്മുടെ ഒരു കഞ്ചൻ ഗുപ്തയാണെന്ന് തോന്നുന്നു, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞു, ആദ്യം മഹുവ തന്നെ ബംഗ്ലാദേശിൽ പോയി താമസിക്കട്ടെ, അവിടെ അവരുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ കുറേ, അവിടെ പോയി താമസിക്കുകയായിരിക്കും കുറേ കൂടി നല്ലതെന്ന് പറഞ്ഞു. ബംഗാൾ പക്ഷേ ഓരോ BJPയുടെ ഓരോ
ആക്ടിവിറ്റീസും ഓരോ മൂവ്മെൻറ്റും ബംഗാളിലെ ജനതകൾ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ബംഗാളിൽ ഒരു പിടിച്ചുപറിയോ ഒരു ബലാത്സംഗമോ കണ്ടാൽ മലയാള മനോരമയിൽ 66 പോയിന്റ് ഹെഡ്ലൈനിൽ ഒരു ബംഗാളിൽ ബലാത്സംഗമം എന്നും പറഞ്ഞുകൊണ്ട് അല്ല വാർത്ത അത് അറിയില്ലേ, കേരളത്തിൽ ആകെ ഒരു കോർപ്പറേഷനേ ഉള്ളൂ, അത് തിരുവനന്തപുരം കോർപ്പറേഷൻ. കേരളത്തിൽ ഇനി 3 MLA-മാരേ ഉള്ളൂ. ഗോപകുമാർ, രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ. കേരളത്തിൽ ഒരു MP ഉള്ളൂ കുറേ കാലമായിട്ട്, അത് സുരേഷ് ഗോപി. കാരണം എല്ലാ കണ്ണുകളും എല്ലാ മാധ്യമങ്ങളും ഇവരെക്കുറിച്ച് മാത്രമാണ്. ബാക്കി 147 MLA-മാരെ കുറിച്ച് പറയില്ല, ബാക്കി 6 7 കോർപ്പറേഷനുകളെ കുറിച്ച് പറയത്തില്ല, ബാക്കി 19 മരവാഴകളെ കുറിച്ച് പറയത്തില്ല. അവർ അവിടെ പോയിട്ട് മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് ആദ്യം നടക്കുകയാണ്. അതേപോലെ ഇന്ന് കണ്ട് കൊടിക്കുന്നിൽ സുരേഷ് എന്താണ് മറ്റേ KPCC പ്രസിഡൻ്റ് ആവാൻ ഓടി വന്നേക്കുന്നത്. പാവം സുധാകരനെ വീട്ടിൽ പിടിച്ചിരുത്തിയേക്കുക, സുഖമില്ല ഇയാൾ എവിടെ ചെന്നോന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർക്ക് വേറെ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. കോൺഗ്രസ്സുകാരല്ലേ, അവർക്കിതൊക്കെ എന്താ രാഷ്ട്രം അതല്ലെങ്കിലൊക്കെ ഉപരി ലോക രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷും പിന്നെ K മുരളീധരൻ ഇങ്ങനെയൊക്കെയുള്ളവരൊക്കെയാണ്. അവർക്ക് സ്വന്തം കാര്യം ചോദിക്കരുത് അവരുടെ അടുത്ത് ഒരിക്കലും. ഏതായാലും സുവേന്ദു അധികാരി ചെയ്യുന്നത് ഞാൻ പറയും തെറ്റല്ല. കാരണം അങ്ങനെ വേണം. കാരണം ഇവന്മാരെ പഠിപ്പിക്കണം. ഞങ്ങളുടെ ഭിക്ഷ ദയാദാക്ഷിണ്യം കൊണ്ട് നീയൊക്കെ വേണമെങ്കിൽ ഒരു മുദ്രാവാക്യം വിളിച്ചോ, ഒരു ഓഫീസിൽ പോയിരുന്നോ, ഇടയ്ക്കിടയ്ക്ക് കഞ്ഞി കുടിക്കാൻ ഒരു പരസ്യവും തരാം എന്ന് പറയുന്ന ഒരു മധുര പ്രതികാരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഐ അഗ്രി വിത്ത് യു സുനിൽ, ശരിയാണ്. അങ്ങ് പറയണ വളരെ അങ്ങനൊരു പോയിന്റ് ഉണ്ട്. ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു എന്താ പറയണ നല്ല പക്വതയോടുകൂടി വന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകന്റെ വാക്കുകളാണ് സുനിലിൻ്റെത്. എനിക്ക് അത്ര പക്വതയൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ താങ്ങിയതാ, എനിക്ക് അല്ല പക്ഷെ അല്ലല്ലേ സാർ, ഞാൻ തമാശയായിട്ട് പറഞ്ഞത്. പക്ഷെ വേറെ കാര്യമുണ്ട്. CPM-ൻ്റെ അവസ്ഥ എന്നാലോചിക്കണേ. BJP-ക്കാർ വരേണ്ടി വന്നു ഓഫീസ് ഒന്ന് തുറക്കാൻ, BJP-ക്കാർ വരേണ്ടി വന്നു ഗണശക്തിക്ക് ഒരു 2-3 ലക്ഷം രൂപയുടെ ഒരു പരസ്യം കിട്ടാൻ എന്ന് പറയുന്നതിനേക്കാളും ഭേദം ഈ പാർട്ടി പിരിച്ചു വിട്ടിട്ട് അത് ഒരു മെസ്സേജാണ്. ഞാൻ അങ്ങനെ കാണുന്നത്. ഒരുപക്ഷെ അതായിരിക്കും സുവേന്ദു ഉദ്ദേശിച്ചത്. ലോകത്തിനോട് മുഴുവൻ, പ്രത്യേകിച്ച് കേരളത്തിലെ ഈ അന്തം കമ്പികളോട്, ബംഗാളി കണ്ടോടാ, ഞാൻ കൊടുക്കുന്ന പിച്ച തിന്നിട്ടാണ് നിൻ്റെ പാർട്ടിക്കാർ, നിൻ്റെ സഖാക്കൾ അവിടെ നടക്കുന്നത് എന്നുള്ള സന്ദേശം. ഹനൻമുള്ളയാണ് അവിടുത്തെ വലിയ ഇസ്ലാമിസ്റ്റായ ഹനൻമുള്ളയാണ് അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി. ഹനൻമുള്ള സലീം മുഹമ്മദ് മുഹമ്മദ് സലീം അയാളും ഭയങ്കര ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റ് ആണ്. മുഹമ്മദ് സലീം ഇനി തൊട്ട് റോഡിലൂടെ സഞ്ചരിക്കും. കാരണം BJP-യാണ്. BJP ഭരിക്കുമ്പോൾ ഏത് CPM-കാരനും നിർഭയമായി നിരന്തരം സഞ്ചരിക്കാം. അത് പണ്ട് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ഒരു വ്യത്യാസത്തിനെ പറ്റിയിട്ട് പ്രസിഡന്റ് റീഗൻ ഒരു കഥ പറയുണ്ടായി. എന്താണ്, ഒരു നായ്ക്കുട്ടി എന്താണ് പറയണേ വന്നേക്കാണ് സോവിയറ്റ് യൂണിയനിൽ നിന്ന് അമേരിക്കയിലേക്ക്. അതിങ്ങനെ റോഡ് സൈഡിൽ കൂടെയൊക്കെ തിരിഞ്ഞ് നടക്കുക. നല്ല തടിയൻ നായ്ക്കുട്ടി. അപ്പോൾ അവിടെ കണ്ട ഒരു അമേരിക്കൻ നായ്ക്കുട്ടി ഈ കാറ്റെടുത്ത് ചോദിച്ചു, എവിടെ നിന്നാണ് വരുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സോവിയറ്റ് യൂണിയൻ എന്നാണ് പറഞ്ഞു. നല്ല തടിയൊക്കെ ആണല്ലോ, എന്താ തീറ്റ എന്ന് ചോദിച്ചു. ഭക്ഷണത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട, രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ 1/2 ലിറ്റർ പാല് കുടിക്കണം, നിർബന്ധമാണ്. അത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാളേനെ വേവിച്ച് അതിൻ്റെ ഒരു 2 കിലോ ഇറച്ചിയും ബ്രെഡും പിന്നെ കറിയും ഇതെല്ലാം കൂടി തരും. അത് മുഴുവൻ തിന്ന് തീർക്കണം. പിന്നെ കിടന്ന് ഉറങ്ങണം കുറേ നേരം. ഉച്ചയ്ക്ക് ബ്രെഡും ബീഫും പിന്നെ പാലും താറാവ് മുട്ടയാണ് കഴിക്കുക, 2 താറാവ് മുട്ട. അപ്പോൾ വൈകുന്നേരം 1 ലിറ്റർ പാല്, അതിനകത്ത് വൈറ്റമിൻ ഗുളിയൊക്കെ ഉണ്ടാവും. പിന്നെ ഈ മറ്റേ എന്താ പറയുക പാരസൈറ്റ്സിനെ ഇളക്കാൻ വേണ്ടിയിട്ടുള്ള ഗുളിയൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിച്ച് രാത്രി 8 മണിക്ക് കിടന്നുറങ്ങിക്കോളാം. അപ്പോൾ അമേരിക്കൻ പറ്റി പറയാം, ഞാനിവിടെ വേസ്റ്റ് പേപ്പറിലെ സാധനമൊക്കെ കിട്ടിയിട്ടാണ് തിന്നുന്നത്, നീ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറയാണ്, ഞാനൊന്ന് കുരയ്ക്കാൻ വേണ്ടി വന്നതാണ്. പ്രസിഡന്റ് റീഗൻ്റെ ഇതിന് പറഞ്ഞൊരു കഥ, അത് അദ്ദേഹം പറയണം. അപ്പോഴതിൻ്റെ ശരിയായ കഥയാണ്. അതെ മനസ്സിലായി എനിക്ക്. ഏതായാലും CPM-കാർ ജാഥ നടത്തട്ടെ, കുരയ്ക്കട്ടെ.